ചെടിച്ചട്ടിയിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 10-15 കിലോ ഇങ്ങനെ അങ്ങ് പറിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നടുന്ന സമയത്ത് കാലോ മാസമോ ദിവസമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ച് കപ്പളങ്ങേൻ്റെ ഇലയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കപ്പളങ്ങ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറന്നു പോരുത് കേട്ടോ. ഞങ്ങളുടെ നാട് വയനാടാണേ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഇല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സാധാ മണ്ണാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലതുപോലെ ചെടികളെ വിളർച്ച മാറാനും നല്ലോണം വളരാനും കീടങ്ങളെ അകറ്റാനൊക്കെ നല്ലതുപോലെ സഹായിക്കുന്നതാണ് നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇല. അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഈ ഒരു ഇലയിട്ട് വീണ്ടും മണ്ണിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ഞളിൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ സെൻറ്ററിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് ഇച്ചിരി ചാണകപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾ ഇതിലേക്ക് നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇലയിട്ട് പൊതിയിട്ട് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ.